കാലിക്കറ്റ് സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ചെയർമാൻ സ്ഥാനം MSFന് നൽകാൻ UDSF തീരുമാനിച്ചതോടെ UDSFിലെ തർക്കം തീരുന്നു. ജോയിന്റ് സെക്രട്ടറി സ്ഥാനം KSUവിന് നൽകാനും തീരുമാനമായി. പ്രതിപക്ഷ നേതാവ് ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത്. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സലാം, തർക്കം തീരുകയാണോ? കാലിക്കറ്റ് സർവകലാശാലയിൽ ഈ മാസം 22-നാണ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. അതിനിടെ UDSFിൽ ഒരു തർക്കം രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. ചെയർമാൻ സ്ഥാനത്ത് ചൊല്ലിയായിരുന്നു തർക്കമുണ്ടായിരുന്നത്. ചെയർമാൻ സ്ഥാനം കാലങ്ങളായി KSUവിനാണ്. അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾക്ക് വേണമെന്ന് MSF ആവശ്യപ്പെടുകയായിരുന്നു. അതേ തുടർന്നാണ് തർക്കമുണ്ടായത്. എല്ലാ സീറ്റുകളിലേക്കും ഇരു പാർട്ടികളും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുകയും ചെയ്തു. സ്ഥാനാർത്ഥിയെ പിൻവലിക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞിട്ടും ആരും ഈ MSFും KSUവും സ്ഥാനാർത്ഥിയെ പിൻവലിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഉന്നത നേതൃത്വം ഇടപെട്ട് പ്രതിപക്ഷ നേതാവ് തന്നെ നേരിട്ട് ഇടപെട്ട് ഈ കാര്യത്തിലൊരു തർക്കം പരിഹരിക്കുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ചെയർമാൻ സ്ഥാനം MSFന് വിട്ടു നൽകാനുള്ള ഒരു ധാരണയാണ് ഉണ്ടായിരിക്കുന്നത്. ജനറൽ സെക്രട്ടറി സ്ഥാനവും MSFന് തന്നെയായിരിക്കും. ജോയിന്റ് സെക്രട്ടറി സ്ഥാനമായിരിക്കും KSUവിന് ലഭിക്കുക. കൂടാതെ ജില്ലാ റെപ്രസെന്റേറ്റീവ്സ്, അതായത് ഈ MSFന് ജില്ലാ റെപ്രസെന്റേറ്റീവ്സ് ഇല്ലാത്തിടങ്ങളിൽ ഈ KSU സ്ഥാനാർത്ഥിയെ പിന്തുണക്കാനാണ് MSF തീരുമാനിച്ചിട്ടുള്ളത്. ആ രീതിയിൽ തർക്ക പരിഹാരം ഉണ്ടായിട്ടുണ്ട്. ഇനി യൂണിയൻ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ UDSF ആയി തന്നെ മത്സരിക്കും. അങ്ങനെ തെരഞ്ഞെടുപ്പിൽ നേരിടാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ചെയർമാൻ സ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ പ്രതിപക്ഷ നേതാവിനും KPC പ്രസിഡന്റിനും MSF കത്ത് നൽകിയിരുന്നു. ഈ കത്തടക്കം പുറത്തു വന്നിരുന്നു. അങ്ങനെ ഒരു വലിയ തർക്കത്തിലേക്ക് പോവുകയായിരുന്നു. ഇരു മുന്നണികളും ഒറ്റയ്ക്ക് മത്സരിക്കാൻ, അല്ലെങ്കിൽ ഇരു പാർട്ടികളും ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഇപ്പോൾ ഉന്നത നേതൃത്വം കോൺഗ്രസിന്റെ VD സതീശൻ തന്നെ ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ ഒരു തർക്ക പരിഹാരം ഉണ്ടായിരിക്കുന്നത്. അമൃത. ശരി, സലാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.